ഓം ശാന്തി. എനിക്ക് കുറേ കുട്ടികൾ, ഇനി കുട്ടികളെന്ന് മാത്രം പറഞ്ഞാൽ പോരട്ടോ, ഒരുപാട് പേര് ഒരു മെസ്സേജ് അയക്കാറുണ്ട്. ഞാൻ പലപ്പോഴും അതിന് റിപ്ലൈ കൊടുക്കാറില്ല. കുറേ കുട്ടികൾക്ക് എന്നോട് പരാതി ഉണ്ടാവും, പ്ലീസ് റിപ്ലൈ എന്ന് പലപ്പോഴും പറയാറുണ്ട്. എനിക്ക് തോന്നാറുണ്ട് അതിന് ഞാൻ മറുപടി കൊടുക്കേണ്ടതല്ല എന്ന്. പലരോടും ഞാൻ മറുപടി പറയുമ്പോൾ അവർക്കത് ഇഷ്ടപ്പെട്ടോളന്നില്ല, അല്ലെങ്കിൽ അവർ തിരിച്ചെന്നോട് പറഞ്ഞുകൊണ്ടിരിക്കും വേറെ പല കാര്യങ്ങളും. പല റീസൺസ് കൊണ്ടാണ് ഞാൻ അവർക്കൊക്കെ മറുപടി കൊടുക്കാത്തത്. ആ കാര്യം എന്താണെന്ന് വെച്ചാൽ, പലപ്പോഴും ഒരു റിലേഷൻ ബ്രേക്കപ്പ് ആയി കഴിഞ്ഞു കഴിയുമ്പോൾ, ഇനി ബ്രേക്കപ്പ് ആയോ ഇല്ലേ സെക്കൻഡ് ഫാക്ടർ, മാരേജ് കഴിഞ്ഞവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വേണ്ടതായിരിക്കുന്ന ലൈഫിൽ കൊണ്ടുവരേണ്ട പ്രിൻസിപ്പിൾസ് കുറച്ച് ഡിഫറെൻ്റ് ആണ്. അതേസമയം മാരേജിന് മുന്നേ തന്നെ ബ്രേക്കപ്പ് ആയിട്ട് വീണ്ടും അവരുടെ പിന്നാലെ പോയി, പിന്നെയും അവരുടെ പിന്നാലെ പോയി, അവർ പിന്നെ നമ്മളെ മൈൻഡ് ചെയ്യാണ്ട് നടന്ന്, പിന്നെയും അവരെ പിന്നാലെ കരഞ്ഞ് നടന്ന്, ഇങ്ങനെ എനിക്ക് അവരെ കിട്ടണം, എനിക്ക് അല്ലെങ്കിൽ അവളെ കിട്ടണം, എനിക്ക് അവരെ കിട്ടണം, ഇങ്ങനെ പറഞ്ഞുകൊണ്ട് ഒരുപാട് കുട്ടികൾ നിരന്തരമായിട്ട് എനിക്ക് മെസ്സേജ് അയക്കാറുണ്ട്. എനിക്ക് അവരോടൊക്കെ കൂടി പറയാനുള്ള ഉത്തരം ഇന്ന് ഞാൻ ഈ വീഡിയോയിൽ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുകയാണ്. ഇനി അവരോട് മാത്രമല്ല, നമ്മുടെ ജീവിതത്തിൽ ഈ സമൂഹത്തിൽ ജീവിക്കുന്ന സമയത്ത് നമ്മൾ സ്വന്തമാക്കിയിരിക്കേണ്ട കുറച്ച് പ്രിൻസിപ്പിൾസ് ഉണ്ട്. ആദരവോടു കൂടി ജീവിക്കാൻ ആഗ്രഹിക്കാത്ത ആരും ഈ ലോകത്തുണ്ടാവില്ല, എനിക്ക് നല്ല ഉറപ്പാണത്. അതുകൊണ്ട് സ്വന്തം ജീവിതത്തിൽ ആദരവോടു കൂടി ജീവിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, നമ്മളെ മറ്റുള്ളവർ റെസ്പെക്റ്റ് ചെയ്യുന്ന രീതിയിൽ നമ്മൾ ജീവിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, തീർച്ചയായിട്ടും ഈ പ്രിൻസിപ്പിൾ നിങ്ങളെല്ലാവരും നമ്മുടെ ജീവിതത്തിൽ സ്വന്തമാക്കിയിരിക്കണം എന്നതിൽ യാതൊരു സംശയവുമില്ല. ഒന്നാമത്തെ കാര്യം എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ, ഏതൊരാളെടുത്താണോ നമ്മൾ പറയുന്നത് എനിക്ക് നിങ്ങളില്ലെങ്കിൽ ജീവിക്കാനാവില്ല എന്നുള്ള വിചാരം വരുന്നത്, നിങ്ങൾ പിന്നാലെ നടക്കുമ്പോഴും നിങ്ങളെ മൈൻഡ് ചെയ്യാതിരിക്കുന്ന ഒരവസ്ഥ വരുന്നത്, ആ സമയത്ത് മനസ്സിലാക്കിക്കൊള്ളണം അവിടെ നിങ്ങൾ അനാദരിക്കപ്പെടുകയാണ് ചെയ്യുന്നത്. അങ്ങനെ ഒരാളുടെ സമയത്തിന് വേണ്ടി നിങ്ങൾ പിന്നാലെ വരുന്നുണ്ട് എങ്കിൽ ആ റിലേഷൻ അവിടെ നിങ്ങൾ കട്ട് ചെയ്തോളണം, അതിൽ യാതൊരു സംശയവുമില്ല. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ, പിന്നെ നിങ്ങൾ അതിൻ്റെ പിന്നാലെ പോവുകയെന്ന് വെച്ചാൽ അർത്ഥം ജീവിതത്തിൽ സദാകാലത്തേക്ക് അപമാനവും ദുഃഖവും സ്വന്തമാക്കാനുള്ള യാത്രയാണത്. അതിൽ യാതൊരു സംശയവും നിങ്ങൾ വിചാരിക്കേണ്ട. ഇനി എന്തുകൊണ്ടാണ് ഞാൻ വിവാഹം കഴിഞ്ഞവരെയും കഴിയാത്തവരെയും രണ്ട് കാറ്റഗറി പറഞ്ഞെന്നറിയോ? എല്ലാവർക്കും ആത്മാഭിമാനം വലുത് തന്നെയല്ലേ. വിവാഹം കഴിഞ്ഞതുകൊണ്ട് ആത്മാഭിമാനം ഇല്ലാതെയാവോ? ഒരിക്കലും ഇല്ല. പക്ഷേ വിവാഹം കഴിഞ്ഞ് ജീവിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഒരു പരിശ്രമം, ഒരു എഫേർട്ടാണ് ഒരാൾ കൂടി ജീവിക്കാൻ തുടങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. അപ്പോൾ ആ റിലേഷന് ദ ബെസ്റ്റാക്കി കൊണ്ടുവന്നുകൊണ്ട് അതിൽ മക്കളുണ്ടായിരിക്കും, ഒരു പക്ഷേ ഉൾപ്പെട്ടതായിട്ടുള്ള ഒരുപാട് ആളുകൾ ഉണ്ടായിരിക്കും. എൻ്റെ പരിശ്രമം കൊണ്ട് ഒരാളുടെ കൂടെ ഞാൻ ജീവിക്കാൻ തുടങ്ങി, അയാളെ നന്നാക്കാൻ വേണ്ടി എൻ്റെ മാക്സിമം എഫേർട്ട് ചെയ്യുക, അല്ലെങ്കിൽ ആ ഒരു റിലേഷനെ നന്നാക്കി എടുത്തുകൊണ്ട് മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ഒരു ഉത്തരവാദിത്വം വിവാഹ ജീവിതം ആരംഭിച്ചവരെ സംബന്ധിച്ചിടത്തോളം തീർച്ചയായിട്ടും ഒരു പാർട്ടാണ്. അതുകൊണ്ട് അവരോട് ഞാൻ പറയാറുണ്ട്, നിങ്ങൾ നെഗറ്റീവ് അക്കൗണ്ട് സെറ്റിൽ ചെയ്യാൻ വേണ്ടി ശ്രമിക്കൂ. സ്പിരിച്വാലിറ്റിയുടെ ഭാഷയിൽ പറഞ്ഞ യോഗ പ്രയോഗം എന്ന് പറയും, കാർമിക് അക്കൗണ്ട് ക്ലോസ് ചെയ്യാൻ നോക്കാൻ, അതല്ലെങ്കിൽ ലോ ഓഫ് അട്രാക്ഷൻ ഉപയോഗിക്കാൻ. ഇതെല്ലാം വീണ്ടും നിങ്ങളുടെ ആ ഒരു കുടുംബ ജീവിതത്തിന് സ്വസ്ഥമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടി ഏതെല്ലാം ടെക്നിക്ക് ഉപയോഗിക്കാമോ, അല്ലെങ്കിൽ എന്തെല്ലാം പരിശ്രമം ചെയ്യാമോ അതൊക്കെ ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. പക്ഷേ വിവാഹത്തിന് മുന്നേ തന്നെ ഇത്തരത്തിൽ ബന്ധം തകർന്നു പോയിട്ട് വീണ്ടും അതിനെ കൂട്ടിക്കേറ്റാൻ നോക്കുമ്പോൾ നമ്മൾ പറയും ഏച്ചു വെച്ചത് മുളച്ചിരിക്കുക എന്ന് മലയാളത്തിൽ ഒരു ചൊല്ല് പറയും. അതുകൊണ്ട് നമ്മുടെ റെസ്പെക്റ്റ് ചെയ്യാത്തിടത്തോളം കാലം ആ റിലേഷൻ നിങ്ങൾ തുടർന്ന് മുന്നോട്ട് പോകാൻ പോയാൽ എന്നും കരയാനുള്ള നേരെ ഉണ്ടാവുള്ളൂ. എന്നാൽ ബ്രേക്കപ്പ് ആവുമ്പോൾ സങ്കടം ഉണ്ടാവില്ലേ? തീർച്ചയായിട്ടും ഉണ്ടാവും. നമ്മൾ ഒരു ആളെ സ്നേഹിച്ചു, ഇഷ്ടപ്പെട്ടു, അവരുടെ കൂടെ ജീവിക്കണം എന്ന് ആഗ്രഹിക്കുന്നു, ഒരുപാട് സ്വപ്നങ്ങൾ കണ്ടുകൂട്ടുന്നു. ഇതൊക്കെ തകർന്നടിയുമ്പോൾ വിഷമം ഉണ്ടാവില്ലേ? ഒരിക്കലേ കരയേണ്ടി വരുള്ളൂ. അതല്ലെങ്കിൽ എന്നും കരയാനുള്ളതായിട്ടുള്ള കണക്കേറ്റെടുക്കേണ്ടി വരും. അതുകൊണ്ട് എവിടെ നമുക്ക് ആദരവുണ്ടോ, എവിടെ നിങ്ങൾക്ക് റെസ്പെക്റ്റ് ഉണ്ടോ, ഏത് സ്ഥലത്ത് നിങ്ങൾക്കിരിക്കാൻ ഒരു ഇടമുണ്ടോ അവിടെ കൂടെ ജീവിക്കാവൂ. അല്ലാതെ നിങ്ങൾക്കിടയില്ലാത്ത സ്ഥലത്ത് ജീവിക്കാൻ വേണ്ടി തുടങ്ങിയാൽ കരയാനുള്ള ഒരു ജീവിതം തിരഞ്ഞെടുക്കുന്നതിന് തുല്യമായിട്ട് മാറും. അതുകൊണ്ട് ഒരിക്കലും ഒരു മനുഷ്യന്മാരെ നമുക്ക് ആശ്രയമായിട്ട് കണ്ടെത്തരുത്. ഒരു മനുഷ്യനെ ആശ്രയമായി കാണുന്നിടത്തോളം അവർക്ക് വേണ്ടി അവരുടെ സ്നേഹം എനിക്ക് കിട്ടിയേ പറ്റൂ, ഞാൻ നിങ്ങൾക്ക് വേണ്ടി എന്തും ചെയ്യാൻ തയ്യാറാണ്, ഞാൻ കുറേ വട്ടം ട്രൈ ചെയ്യുന്നു, വാട്സപ്പ് ബ്ലോക്ക് ചെയ്തു, എൻ്റെ ഫോൺ നമ്പർ ബ്ലോക്ക് ചെയ്തു, എല്ലാം ബ്ലോക്ക് ചെയ്തു, ഞാൻ ഇനി ലോ ഓഫ് അട്രാക്ഷൻ ഇത്ര ദിവസമായി ചെയ്യുന്നു, എന്നിട്ട് എനിക്ക് കോൾ വരുന്നില്ല. എനിക്ക് വരുന്ന മെസ്സേജസിൻ്റെ ഒരു ചെറിയ ഭാഗമാണ് ഞാൻ നിങ്ങളോട് ഇപ്പോൾ കേൾപ്പിക്കുന്നത്. ഇത്തരത്തിൽ നിരന്തരമായിട്ട് വരുമ്പോൾ എനിക്ക് ആ കുട്ടികളോടൊക്കെ പറയാനുള്ളത് ഒന്നേ ഉള്ളൂ, പോയവർ പോട്ടെ. നമ്മൾ മലയാളത്തിൽ ഒരു ചൊല്ല് പറയും, തുമ്മിയാ തെറിക്കണ മോക്കാണെങ്കിൽ അത് ഇപ്പം തന്നെ പോട്ടെ എന്ന് പറയും.
അതൊരു നല്ല സ്വയം സെൽഫ് റെസ്പെക്റ്റിൻ്റെ ഒരു ഭാഷയാണത്. നമുക്ക് നാളെ തകരാറാവുന്ന ഉറപ്പുള്ള ഒരു കാര്യത്തിന് ഇന്ന് ജീവിതത്തിലേക്ക് വലിച്ചടിപ്പിച്ച് പിന്നെ വീണ്ടും അത് തകർന്ന് എന്നെന്നും കരയാനായിട്ട് എന്തിനാ പോകേണ്ട കാര്യമുള്ളത്? അതുകൊണ്ട് നിങ്ങൾക്ക് ആദരവോടുകൂടെ ജീവിക്കാൻ ഒരു ജീവിതം തിരഞ്ഞെടുക്കൂ. ഇനി അഥവാ അങ്ങനെ ഒരാൾ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഇട്ടിച്ചു പോയെങ്കിലും ജീവിതം എന്ന് പറയുന്ന ഒരാളുടെ കൂടെ മാത്രം ജീവിക്കുമ്പോഴൊന്നുമല്ല ആദരിക്കപ്പെടുന്നത്. നമ്മുടെ മുൻ പ്രസിഡന്റ് APJ അബ്ദുൽ കലാം, അദ്ദേഹം ആരുടെയെങ്കിലും കൂടെ ജീവിച്ചത് കൊണ്ട് മാത്രമാണോ അദ്ദേഹത്തെ ലോകം ആദരിച്ചത്, അംഗീകരിച്ചത്? ആരെങ്കിലും കൂടെ ജീവിച്ചിട്ട് മാത്രമാണോ ജീവിതം സാർത്ഥകമായത്? ഒരിക്കലുമല്ല. ഇപ്പോഴത്തെ നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി, അദ്ദേഹം ആരുടെയെങ്കിലും കൂടെ ജീവിച്ചിട്ട് മാത്രമാണോ? ജീവിതം എന്ന് വെച്ചാൽ അർത്ഥം ജീവിതത്തിന്റെ ലക്ഷ്യം ഒരാളെ കണ്ടെത്തുന്നു, ഒരു ഫ്രണ്ടിനെ കണ്ടെത്തുന്നു, അല്ലെങ്കിൽ കല്യാണം കഴിയുന്നു. ഇത് മാത്രം ഒരിക്കലും ജീവിതത്തിന്റെ ലക്ഷ്യമാവരുത്. ദ പാർട്ട് ഓഫ് ദ ഗെയിമാണ് ഇതെല്ലാം. പലരും പല രീതികൾ തിരഞ്ഞെടുക്കുന്നുണ്ടായിരിക്കാം. പക്ഷേ ആ ഗെയിമിൻ്റെ ഉള്ളിൽ നിങ്ങൾക്ക് വിലയില്ലാത്ത ജീവിതം ഇന്നേ തിരഞ്ഞെടുത്തു കഴിഞ്ഞാൽ സദാകാലം കരയാനുള്ളതായിരിക്കും അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുള്ളൂ. അതുകൊണ്ട് വിലയുള്ളവരുടെ കൂടെ ജീവിക്കൂ. നമ്മളെ വില വെക്കാൻ തുടങ്ങി കഴിയുമ്പോൾ ജീവിതത്തിന് മുന്നോട്ട് പോകാൻ വേണ്ടതായിരിക്കുന്ന ശക്തി ജീവിതത്തിൻ്റെ ഗോളാണ്, ജീവിതത്തിൻ്റെ ലക്ഷ്യമാണ്. ഈ ജീവിതത്തിൽ നിങ്ങൾക്കായി ഈശ്വരൻ തന്ന ഒരുപാട് അനുഗ്രഹങ്ങളുണ്ട്, ഒരുപാട് കഴിവുകളുണ്ട്. നന്നായി പഠിക്കുന്ന കുട്ടികൾ പറഞ്ഞെങ്കിൽ പഠിക്കാൻ കോൺസെൻട്രേഷൻ ഇല്ല ഇപ്പോന്ന്. നിങ്ങൾക്ക് കോൺസെൻട്രേഷൻ ഈശ്വരൻ്റെ വരദാനമായി കിട്ടിയതാണ്. പല വേണ്ടാത്ത ചിന്തകളിലേക്ക് പോയിക്കൊണ്ട് നമ്മുടെ കോൺസെൻട്രേഷൻ നഷ്ടപ്പെടുത്തി കളഞ്ഞു എന്ന് കരുതി നിങ്ങൾക്ക് ഇല്ലാത്തൊരവസ്ഥ ഇല്ല. അത് വീണ്ടും നിങ്ങൾക്ക് റീക്രിയേറ്റ് ചെയ്യാം. അതിനുവേണ്ടി പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ പഠിക്കുക, എൻഗേജ് ആക്കുക അവനവനെ. ഞാൻ മിക്ക കുട്ടികളുടെ അടുത്ത് ഞാൻ പറയാറ്, നിങ്ങൾക്ക് പറ്റുമെങ്കിൽ രാജയോഗ മെഡിറ്റേഷൻ പഠിക്കുകയും മെഡിറ്റേഷൻ സ്വന്തം ഉള്ളിലേക്ക് നോക്കാനും നമ്മുടെ ഉള്ളിലുള്ളതായിരിക്കുന്ന ഊർജം എന്തെന്ന് കണ്ടെത്താനും, ഞാൻ എന്തിനു വേണ്ടിയാണ് ഈ ഭൂമിയിലേക്ക് വന്നിരിക്കുന്നത്, ഈ ജീവിതത്തിൻ്റെ ലക്ഷ്യം എന്താണ് എന്ന് സ്വയം നമുക്ക് നമ്മളെ തിരിച്ചറിയാനുള്ളതായിരിക്കുന്ന ഏറ്റവും വലിയ കണ്ണാടിയാണ് രാജയോഗ മെഡിറ്റേഷൻ്റെ സ്റ്റഡി എന്നത്. അത് ചെയ്യുമ്പോൾ നമുക്ക് നമ്മളെ മനസ്സിലാക്കാൻ പറ്റും. എൻ്റെ ഉള്ളിൽ ഈ ജീവിതത്തിൻ്റെ ഉദ്ദേശം എന്തെന്ന് എനിക്ക് തിരിച്ചറിയാൻ പറ്റും. ഭഗവാൻ എനിക്ക് തന്നതായിരിക്കുന്ന വരദാനം എന്ത്, കഴിവുകൾ എന്ത് എന്നെനിക്ക് ഉൾക്കൊള്ളാൻ സാധിക്കും. ആ ഉൾക്കൊള്ളുന്ന കഴിവുകളെ, ശക്തികളെ ജീവിതത്തിൽ സമൂഹത്തിന് വേണ്ടി എന്തെങ്കിലും ചെയ്യാൻ വേണ്ടി അതായിരിക്കണം നമ്മുടെ ജീവിതത്തിൻ്റെ ലക്ഷ്യം. ആ ജീവിതത്തിൽ നമ്മുടെ കൂടെയുള്ളതായിട്ടുള്ള സഹയാത്രികരാണ് നമ്മുടെ ജീവിതത്തിൻ്റെ ഭർത്താവായിട്ടോ ഭാര്യയായിട്ടോ മക്കളായിട്ടോ ഫ്രണ്ട്സായിട്ടോ അല്ലെങ്കിൽ ജോലിക്കാരായിട്ടോ, ഇങ്ങനെ പല രീതിയിലുള്ള റിലേഷൻഷിപ്പ്. ജീവിതത്തിൽ ബന്ധങ്ങൾക്ക് പ്രാധാന്യമില്ലേ? തീർച്ചയായിട്ടും. ഒറ്റപ്പെട്ട് ജീവിക്കുക എന്നുള്ളത് ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം സങ്കടമാണ്. പക്ഷേ റിലേഷൻഷിപ്പ് എന്ന് വെച്ചാൽ അർത്ഥം അത് നമുക്ക് സുഖം തരുന്നതായിരിക്കണം. ബന്ധങ്ങൾ തന്നെയാണ് ഒരു മനുഷ്യൻ്റെ എല്ലാ സുഖം നഷ്ടപ്പെടുത്തുന്നതും. ബന്ധങ്ങൾ ഒത്തുചേരുമ്പോൾ തന്നെയാണ് നമുക്ക് എല്ലാ സന്തോഷം അനുഭവിക്കുന്നതും. അതുകൊണ്ട് സന്തോഷം അനുഭവിക്കുന്ന ഒരു ബന്ധം എന്ന് വെച്ചാൽ അർത്ഥം അതിൽ ആദ്യത്തെ ഫാക്ടർ റെസ്പെക്റ്റ് ആണ്. സ്നേഹത്തിൻ്റെ പ്രകടഭാവമാണ് റെസ്പെക്റ്റ്. ഒരാളോട് നമുക്ക് ആദരവില്ല എങ്കിൽ, ഒരാൾക്ക് നമ്മളോട് ആദരവില്ല എങ്കിൽ തീർച്ചയായിട്ടും അവിടെ നിന്ന് പിന്നെ നിങ്ങൾക്ക് ദുഃഖത്തിൻ്റെ കനികൾ മാത്രമേ കിട്ടുള്ളൂ, അല്ലാതെ ഒരിക്കലും സുഖം നിങ്ങൾക്ക് കിട്ടില്ല. അതുകൊണ്ട് ആര് നമ്മളെ വേണ്ട എന്ന് പറയുന്നു, വേണ്ടെങ്കിൽ എന്താ, ഈ ലോകത്ത് ഞാൻ ജീവിച്ചു കാണിക്കും എന്ന് പറയാനുള്ള ഒരു ധൈര്യം. അല്ലാതെ എനിക്ക് എന്നെക്കൊണ്ട് ജീവിക്കാനാവില്ല, എനിക്ക് മുന്നോട്ട് പോകാൻ സാധ്യമല്ല, എനിക്ക് ജീവിക്കാനേ പറ്റില്ല, എനിക്ക് അങ്ങനെയാണ്, ഇതെല്ലാം നമ്മളെ സ്വയം മറക്കുമ്പോൾ സ്വയം അവനവനോട് കാണിക്കുന്ന ഏറ്റവും വലിയ ആദരവാണ്. എന്നിട്ട് ചില കൂട്ടിൽ പറയണൊക്കെ എനിക്കിപ്പോൾ എന്നോട് തന്നെ വെറുപ്പാണ്, എന്നോട് തന്നെ മടുപ്പാണ്. ഒരിക്കലും പറയാൻ പാടില്ലാത്ത വാക്കുകളാണ്. ഭഗവാൻ തന്ന ജീവിതം അതൊരുപാട് വലിയ വരദാനാണ്. നമ്മൾ മടുക്കാതെ, അതിനെ നമ്മൾ നിരസിക്കാതെ, ഈശ്വരൻ തന്ന വരദാനത്തിൻ്റെ യഥാർത്ഥമായ ഭാവത്തെ കണ്ടുകൊണ്ട് നിങ്ങൾക്ക് ആശ്രയിക്കണോ ലോകത്ത്. ആരും നിങ്ങളെ മൈൻഡ് ചെയ്തില്ലെങ്കിലും നിങ്ങൾക്ക് സന്തോഷമായി ജീവിക്കാൻ പറ്റണോ, ഒരാളുടെ മാത്രം കൈ പിടിക്കൂ, ഈശ്വരൻ്റെ കൈ പിടിക്കൂ. ഒരു മനുഷ്യൻ ഈശ്വരൻ്റെ കൈ പിടിച്ച് ജീവിക്കാൻ തുടങ്ങിയാൽ അയാളുടെ സന്തോഷത്തിന് ഇല്ലാതാക്കാൻ ഈ ലോകത്ത് ഒരു ശക്തിക്കും സാധ്യമല്ല. ഭഗവാനാകുന്ന കൂട്ടുകാരൻ ഒരിക്കലും നമ്മളെ വിട്ടു പോവില്ല. ഭഗവാനാകുന്ന കൂട്ടുകാരൻ നിങ്ങൾ ഒരിക്കലും ചതിക്കില്ല. ഭഗവാനാകുന്ന കൂട്ടുകാരൻ നിങ്ങൾ ഒരിക്കലും അനാദരിക്കില്ല. അതുകൊണ്ട് ആ ഭഗവാന്റെ കൈ മുറുക്കെ പിടിച്ചുകൊണ്ട് ഈശ്വരനെ ദ ബെസ്റ്റ് ഫ്രണ്ടാക്കി, ഈശ്വരനെ നല്ല കൂട്ടുകാരനാക്കി, ഈശ്വരനെ സർവസ്വവുമാക്കിക്കൊണ്ട് ആ ശക്തിയുടെ ആധാരത്തിൽ മുന്നോട്ട് പോയി നോക്കിയേ, ഒരിക്കലും ചലനമില്ലാത്ത ഉറച്ച പ്ലാറ്റ്ഫോമാണ്. അതിലൂടെ ദൃഢമായി നിങ്ങൾക്ക് മുന്നോട്ട് പോവാം. ആ സമയത്ത് നമ്മളെ ആദരിക്കുന്ന, നമ്മളെ സ്നേഹിക്കുന്ന, നമ്മുടെ കൂടെ നിൽക്കാനുള്ളതായിരിക്കുന്ന ഒരുപാട് ആളുകൾ നിങ്ങൾ ആഗ്രഹിക്കുന്ന റിലേഷൻഷിപ്പിൻ്റെ രൂപത്തിൽ നിങ്ങളെടുത്ത് വരും. അതിനുവേണ്ടി ഒരിക്കലും ആരുടെയും പിന്നാലെ പോയേക്കരുത്. ആരുടെ പിന്നാലെ നിങ്ങൾ പോകുന്നോ ആ നിമിഷം അവരുടെ മനസ്സിൽ നിങ്ങൾക്കുള്ള സ്ഥാനം പിന്നെ 0 ആണ്,
പിന്നെയും പിന്നാലെ പോകുന്നുവെങ്കിൽ അതിനും താഴത്തേക്കാണ്, മൈനസാണ്. മൈനസായിട്ട് ജീവിക്കുമ്പോൾ ജീവിതം നിരാശാജനകമാണ്, ജീവിതം നിരർത്ഥകമാണ്. പ്ലസ്സായി ജീവിക്കണം. നമ്മൾ പറയാറില്ലേ, പ്ലസ് ഇൻറ്റു പ്ലസ് ഇസ് ഈക്വൽ ടു പ്ലസ് എന്നാ പറയുക, മാത്സിലൊരു ലോ. ചേരുന്നവരുമായി ചേർന്നാൽ ജീവിതം സന്തോഷമാണ്. പ്ലസ് ഇൻറ്റു മൈനസ് ഇസ് ഈക്വൽ ടു മൈനസ് ആണ് നമ്മൾ പറയുക, നെഗറ്റീവ് എന്നാ പറയുക. എന്ന് വെച്ചാൽ അർത്ഥം ചേർക്കണ്ടാത്തത് ചേർത്താലും ജീവിതത്തിൽ എന്നും സങ്കടമായിരിക്കും. നെഗറ്റീവ് ഇൻറ്റു നെഗറ്റീവ് ഇസ് ഈക്വൽ ടു പോസിറ്റീവ് എന്നാ പറയുന്നത്. എന്ന് വെച്ചാൽ അർത്ഥം ആരുമായി ചേർക്കണ്ടാത്തതുണ്ടോ അവരെ തട്ടിക്കളഞ്ഞ് മുന്നോട്ട് പോകൂ. അവിടെ നിങ്ങൾക്ക് ചേർക്കണ്ടാത്തതിനെ ചേർക്കാതിരുന്നാൽ ജീവിതത്തിലെ സന്തോഷം നിങ്ങളെ തേടി നിൽക്കും. അതുകൊണ്ട് ജീവിതത്തിൻ്റെ നിയമങ്ങളാണിതെല്ലാം. ആ നിയമത്തിനെ, ആ പ്രിൻസിപ്പിൾസിനെ നമ്മളെ ആദരിച്ചുകൊണ്ട്, നമുക്ക് മൂല്യം കൽപ്പിച്ചുകൊണ്ട്, ജീവിതത്തിനൊരു മൂല്യത്തെ വില കണ്ടെത്തിക്കൊണ്ട് അതിലൂടെ മുന്നോട്ട് പോകൂ. എന്നാൽ ഇങ്ങനെയുള്ള സങ്കടം ഒരിക്കലും നിങ്ങളുടെ ജീവിതത്തിനെ തകർക്കില്ല. ജീവിതത്തിൻ്റെ ലക്ഷ്യം സെറ്റ് ചെയ്യൂ, ലക്ഷ്യത്തിലേക്ക് യാത്ര ചെയ്യൂ, ബാക്കിയെല്ലാം നിഴലുപോലെ നിങ്ങളുടെ പിന്നാലെ വന്നു ചേരും. അതുകൊണ്ട് ഇങ്ങനെയുള്ള കൊച്ചു കൊച്ചു ഫീലിങ്സിൻ്റെ പിന്നാലെ നമ്മുടെ ജീവിതത്തെ ഒരിക്കലും വ്യർത്ഥമാക്കരുത്. ആ വലിയ ജീവിതം എന്ന വരദാനത്തിന് വ്യർത്ഥമാക്കരുത്. സഫലമായി കൊണ്ട് മുന്നോട്ട് പോകണം. നിങ്ങൾക്ക് അങ്ങനെ സാധിക്കട്ടെ. അതിനുള്ള ശക്തി എൻ്റെ എല്ലാ അനിയന്മാർക്കും അനിയത്തിമാർക്കും സഹോദരന്മാർക്കും സഹോദരിമാർക്കും ഒക്കെ തരട്ടെ എന്ന് ഞാൻ ഈശ്വരനോട് പ്രാർത്ഥിക്കുന്നു. ഓം ശാന്തി. ദിവസം തോറും ജീവിത വിജയങ്ങൾക്ക് വെളിച്ചം വീശുന്ന പുത്തൻ വീഡിയോകൾക്കായി ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിനായി ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യൂ. ഒപ്പം ഞങ്ങളുടെ ഫേസ്ബുക്ക്, ട്വിറ്റർ, ഇൻസ്റ്റാഗ്രാം പേജുകൾ ഫോളോ ചെയ്യൂ. നന്ദി.